കായംകുളം IPC എബനേസർ PYPA ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. യോഗം IPC എബനേസർ സഭാ പാസ്റ്റർ മാത്യു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം IPC എബനേസർ PYPA ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ഏകദേശം 50-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 7 വർഷമായിട്ട് 300-ലധികം വിദ്യാർത്ഥികളെ സഹായം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ ഈസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് വെച്ച് നടന്നതായ വിദ്യാഭ്യാസ സഹായത്തിന് 50 പേർക്ക് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഈ വർഷവും അതുപോലെ തന്നെ 25 ഇവിടെ തന്നു, 50 വീണ്ടും അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളൊന്ന് അറിയണം, ദൈവം അനുവദിച്ചാൽ ജൂൺ മാസം 14-ാം തീയതി വെട്ടിയാർ കോട്ടമല എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെട്ടിയാർ കോട്ടമല എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടുത്തെ 60 കുഞ്ഞുങ്ങളിവിടെ വരും. അവർക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഈ 7 വർഷമായിട്ട് വയനാട്ടിൽ പോയി 100 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്യുവാൻ കഴിഞ്ഞു. വയനാട്ടിൽ പോയി അവിടെയുള്ള ആൾക്കാർക്ക് അരി വാങ്ങിച്ചു കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിയുന്നില്ലതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്താ ഉത്തരവാദിത്തം? നിങ്ങളുടെ ഉത്തരവാദിത്തം? പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ബുക്ക് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ബാഗ് കിട്ടിക്കഴിഞ്ഞു, എല്ലാ ക്രമീകരണങ്ങളായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ പ്രശ്നം? പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ച് നിങ്ങൾ മിടുക്കരായി വരണം. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഈ വർഷം നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നന്നായി പഠിക്കുക, ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയായി പഠിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ, പ്രാപ്തി നൽകട്ടെ, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. PYPA പ്രസിഡന്റ് ആശിഷ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PYPA വൈസ് പ്രസിഡന്റ് സാം ജോർജ് സ്വാഗതം പറഞ്ഞു. യോഗം IPC എബനേസർ സഭാ പാസ്റ്റർ മാത്യു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഈസ്റ്റ് ഡിസ്ട്രിക്ട് ട്രഷറർ ലിനു ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മിസ്പ സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ B സജി, പാസ്റ്റർ ജസ്റ്റിൻ ജോർജ്, പാസ്റ്റർ രാജു വർഗീസ്, PYPA സെക്രട്ടറി റെമിൻ വർഗീസ് രാജു, ആഷ്ലി ഐസക് സാം, പബ്ലിസിറ്റി കൺവീനർ പ്രവീൺ സാമുവൽ, സ്റ്റീഫൻ തോമസ്, ജോഷി സാമുവൽ, എൽവിസ് ജോൺ ജോസഫ്, പ്രിസീല ഡി സണ്ണി, ആക്സ സാം, IPC എബനേസർ സഭ സെക്രട്ടറി ഗിൽബർട്ട് സാമുവൽ, എബനേസർ സഭ ട്രഷറർ B വർഗീസ്, സാം ഐസക്, ജോസ് ജോൺ, ബാബു താണുവേലിൽ, ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം IPC എബനേസർ സഭയുടെ പുതുക്കിയ സംഘടനയായ PYPA ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം 50 കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഈ ചർച്ചിൻ്റെ പരിസരത്തുള്ള ഏകദേശം 50 കുഞ്ഞുങ്ങൾക്കാണ് ഇന്നിവിടെ പഠനോപകരണ വിതരണം നടത്തുന്നത്. സമൂഹത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് ഒരു കൈത്താങ്ങ് എന്ന രീതിയിലാണ് കായംകുളം IPC എബനേസർ സഭയുടെ പുതിയ സംഘടനയായ PYPA ഈ ഒരു സംരംഭം ചെയ്യുന്നത്. ഈ വർഷത്തെ ഏകദേശം 10 പദ്ധതിയുണ്ട് ഞങ്ങൾ ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആദ്യത്തെ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനിടയായി. നിങ്ങളുടെ എവിടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. CDNet ന്യൂസ് കായംകുളം.